പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം നമ്മളോട് പറയുകയാണ് ബലഹീനനെ സഹായിക്കുന്ന ദൈവത്തെപ്പറ്റി. നമ്മൾ ഈ വചനം കാണുക 2 ദിനവൃത്താന്തങ്ങൾ 14-ാം അധ്യായം 11-ാം വചനത്തിലാണ്. അവിടെ നമ്മൾ പ്രകാരം കാണുന്നു, ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായി കടന്നു വരുന്ന എത്യോപ്യക്കാരെ കാണുകയാണ്. അവർ വലിയൊരു സൈന്യമായിട്ട് കടന്നു വരിക. അപ്പോൾ ഇസ്രായേൽ രാജാവായ ആസ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, അവർ ശക്തരാണ്, അങ്ങയുടെ കരുണാകടാക്ഷം കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. നമ്മൾ വചനത്തിൽ പ്രകാരം കാണുന്നു, അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവെ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടെ നിന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളോട് ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. തുടർന്ന് നമ്മൾ കാണുക, ഇസ്രായേൽ ജനം എത്യോപ്യരെ തുരത്തുന്നതായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നിൻ്റെയും ജീവിതത്തിൽ ചില ബലഹീനതകളുണ്ട്. എന്ത് ചെയ്യണം? ദൈവത്തിനത് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ദൈവം നീ അവ സമർപ്പിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.